ട്രെയിനിങ് സെൻ്റർ ഉണ്ട് എടപ്പാളിൽ. അവിടെ പോയി 5 ദിവസമുള്ള ട്രെയിനിങ് ഉണ്ട്. ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മാത്രമേ ഉദ്യോഗസ്ഥന്മാർ ലൈസൻസിനെ പുതിയ മാറ്റി കൊടുക്കുന്നത്. ഈ പിള്ളേരൊക്കെ വണ്ടി റോങ് ആയിട്ട് ഓടിക്കുമ്പോഴേ അവരെ സ്വഭാവം നന്നാക്കാൻ വേണ്ടി ഒരു ഇതുപോലെ ഈ ഗാന്ധി ഭവൻ പോലുള്ള സ്ഥലങ്ങളിൽ അയക്കും. ഇവരെ ഈ ഒരു അമച്വറായിട്ടുള്ള ബിഹേവിയർ മാറാൻ വേണ്ടിയിട്ട് ഒരു സേവനം ചെയ്യാമെന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. ആ സേവനത്തിനാണ് വിടുന്നത് പലപ്പോഴും. അങ്ങനെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം ഒരു 4-5 ദിവസം ചെയ്തിട്ട് വരിക. ഇപ്പോൾ അത് മാത്രമല്ല, ഇപ്പം ലൈസൻസ് അങ്ങ് സസ്പെൻഡ് ചെയ്യും. മദ്യപിച്ച് വണ്ടി ഓടിച്ചാൽ സസ്പെൻഡ് ചെയ്യണം. സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു ട്രെയിനിങ് സെൻ്റർ ഉണ്ട് എടപ്പാളിൽ. അവിടെ പോയി 5 ദിവസമുള്ള ട്രെയിനിങ് ഉണ്ട്. ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മാത്രമേ ഉദ്യോഗസ്ഥന്മാർ ലൈസൻസിനെ പുതിയ മാറ്റി കൊടുക്കുന്നത്. അതുവരെ സസ്പെൻഷനാണ്, വേറെ ശിക്ഷയൊന്നുമില്ല. ഈ ഇത് പോയി തിരിച്ച് വരണം. അപ്പോൾ അവിടെ പോകണം, അവിടെ പോയി നിൽക്കണം. അവിടെ താമസമൊക്കെ ഉണ്ട്. അവിടെ 5000 രൂപ ചിലവുണ്ട് ഒരാഴ്ചയിൽ. ദിവസം 1000 രൂപ വെച്ച് അടച്ച് അവിടെ നിന്ന് ആ ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വന്ന് ഇപ്പോഴും ഡ്രൈവർമാർ നമ്മൾ KSRTCയിലും അങ്ങനെ കുഴപ്പം കാണിച്ചാൽ നമ്മളത് ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ച് കയറ്റുന്നുള്ളൂ. ആരെയും ഈ മദ്യപിച്ച് പോകുന്ന എല്ലാവരും പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അപ്പം തന്നെ സസ്പെൻഡ് ചെയ്യണം. ഇത് അവർ സസ്പെൻഡ് ചെയ്യും, പോലീസ് റിപ്പോർട്ട് കൊടുത്താൽ. ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ട് അത് കാരണം ഇത് അപകടം കുറച്ചേ പറ്റുള്ളൂ. നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയില്ലെങ്കിൽ റോഡിൽ മരണങ്ങളുടെ എണ്ണം വല്ലാതെ കൂടെയാണ്.